CK ടോക്സിന്റെ മറ്റൊരു ഫുട്ബോൾ ടോക്കിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. ഇന്നത്തെ ഒരു വീഡിയോയിൽ നമ്മൾ കേരള ബ്ലാസ്റ്റേഴ്സിനോടനുബന്ധിച്ചുള്ള ഏറ്റവും സുപ്രധാനമായിട്ടുള്ള രണ്ട് അപ്ഡേറ്റുകളാണ് നോക്കാൻ പോകുന്നത്. ഒന്നാമത്തെ ഒരു അപ്ഡേറ്റ് എന്നുള്ളത് കേരള ബ്ലാസ്റ്റേഴ്സ് എഫ്സിയുടെ സൂപ്പർ സ്ട്രൈക്കറായ അഥവാ ഗാന സ്ട്രൈക്കറായ ക്വാമി പെപ്രയെ കുറിച്ചാണ്. താരം ഈ ഒരു സീസണിൽ ഇനി കളിക്കുമോ എന്നാണ് നമ്മൾ ഒന്നാമത്തെ അപ്ഡേറ്റ് ആയി പരിഗണിക്കുന്നത്. ഇനി രണ്ടാമത്തെ ഒരു അപ്ഡേറ്റ് എന്നത് കേരള ബ്ലാസ്റ്റേഴ്സ് എഫ്സി ഈ ഒരു സീസണിലേക്ക് വേണ്ടിയിട്ട് സൈൻ ചെയ്തിട്ടുണ്ടായിരുന്ന ഐബൻ ഡോഗ്ലിംഗ് ഈ ഒരു സീസണിൽ ബ്ലാസ്റ്റേഴ്സിന് വേണ്ടി പ്ലേ ഓഫ് കളിക്കുമോ എന്നതാണ് രണ്ടാമത്തെ ഒരു അപ്ഡേറ്റ് ആയി നമ്മൾ പരിഗണിക്കുന്നത്. അപ്പോൾ ഏതായാലും വിശദമായ വീഡിയോയിലോട്ട് കടക്കുന്നതിന് മുമ്പായിട്ട് നിങ്ങൾ ഇതുവരെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ ഇതുപോലുള്ള കൂടുതൽ ബ്ലാസ്റ്റേഴ്സ് വാർത്തകൾ അറിയുവാൻ വേണ്ടി ഈ ചാനൽ ഒന്ന് എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൻ എനേബിൾ ചെയ്ത് വെക്കുവാൻ ശ്രമിക്കുക. നമ്മൾ ഡെയിലി ചെയ്യുന്ന എല്ലാ വീഡിയോയിൽ അടിയിലും കുറെ ആളുകൾ കമന്റായി ചോദിക്കാറുണ്ട് ഈ ഒരു സീസണിൽ ഇനി പെപ്ര കളിക്കുമോ എന്നുള്ളതും, കൂടാതെ തന്നെ പെപ്രയെ കുറിച്ച് ഒരു വീഡിയോ ചെയ്യും ബ്രോ എന്നൊക്കെ പറഞ്ഞുകൊണ്ട്. അതുകൊണ്ട് അത് ഏതായാലും മാനിച്ചുകൊണ്ടാണ് നമ്മൾ ഈ ഒരു വീഡിയോ ചെയ്യുന്നത്. നമുക്കറിയാം പെപ്രയ്ക്ക് ഈ ഒരു സീസണിൽ അഥവാ ഈ ISLന്റെ 10ാം സീസണിൽ പരിക്ക് പറ്റിയിട്ടുണ്ടായിരുന്നു. ഒരു പരിക്ക് പറ്റിയിട്ടുണ്ടായിരുന്നത് സൂപ്പർ കപ്പിലായിരുന്നു. അതുകൊണ്ട് തന്നെ കലിംഗ സൂപ്പർ കപ്പിന് ശേഷമുള്ള ഒരു മത്സരത്തിലും ബ്ലാസ്റ്റേഴ്സിന് വേണ്ടി ക്വാമി പെപ്ര ബൂട്ട് അണിഞ്ഞിട്ടില്ല. നിലവിൽ ഏതായാലും അറിയാൻ സാധിക്കുള്ളത് ക്വാമി പെപ്ര റീഹാബിറ്റേഷൻ ഒക്കെ തുടങ്ങി കഴിഞ്ഞു എന്നതാണ്. നമുക്കറിയാം കഴിഞ്ഞ ദിവസവും അതിന്റെ മുമ്പത്തെ ദിവസങ്ങളെല്ലാം തന്നെ ക്വാമി പെപ്ര അദ്ദേഹത്തിന്റെ ഇൻസ്റ്റാഗ്രാമിൽ സ്റ്റോറിയായി പങ്കുവെക്കാറുണ്ടായിരുന്നു താരത്തിന്റെ റീഹാബിലിറ്റേഷൻ ഒക്കെ. പക്ഷേ എന്നിരുന്നാൽ കൂടി ഇതുവരെയായിട്ടും പെപ്ര താരത്തിന്റെ പൂർണ്ണമായിട്ടുള്ള ഫിറ്റ്നസിലേക്ക് എത്തിയിട്ടില്ല അഥവാ തിരിച്ചെത്തിയിട്ടില്ല. അതുകൊണ്ട് തന്നെ ഈ ഒരു സീസണിൽ ഇനി കേരള ബ്ലാസ്റ്റേഴ്സിന് വേണ്ടിയിട്ട് ക്വാമി പെപ്ര ബൂട്ട് അണിയില്ല എന്ന് 100% നമുക്ക് ഉറപ്പിക്കാം. കൂടാതെ ബ്ലാസ്റ്റേഴ്സിന്റെ പ്ലേ ഓഫിലേക്കുള്ള ലിസ്റ്റ് പ്രസിദ്ധീകരിച്ചപ്പോൾ ആ ഒരു ലിസ്റ്റിൽ നമുക്ക് പെപ്രയുടെ പേര് കാണാൻ സാധിച്ചിട്ടുണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെയാണ് ഈ ഒരു താരം ഈ ഒരു സീസണിൽ ഇനി കളിക്കില്ല എന്ന് നമ്മൾ കൺഫേം ചെയ്തിട്ടുള്ളത്. നമുക്കറിയാം കേരള ബ്ലാസ്റ്റേഴ്സ് എഫ്സിയിലേക്ക് താരം വന്ന ഉടൻ തന്നെ ഒരുപാട് വിമർശകരായിരുന്നു താരത്തിനുണ്ടായിരുന്നത്. പക്ഷേ അതിനുശേഷം താരം മികച്ച പ്രകടനങ്ങളൊക്കെ പുറത്തേക്ക് എടുക്കാൻ തുടങ്ങിയപ്പോൾ താരത്തിന്റെ വിമർശകരൊക്കെ തന്നെ താരത്തിന് വേണ്ടി കൈയടിക്കാനാണ് തുടങ്ങിയിട്ടുണ്ടായിരുന്നത്. അപ്പോഴേക്കും ആ ഒരു കൈയടികളൊക്കെ ഒന്ന് ഊർജ്ജസ്വലമായി വന്നപ്പോഴേക്കും താരത്തിന് പരിക്ക് പറ്റി പുറത്തേക്ക് പോവേണ്ടിയും വന്നു. ഏതായാലും ഈ ഒരു സീസണിൽ ഇനി പെപ്ര കളിക്കില്ല. ഇനി രണ്ടാമത്തെ ഒരു അപ്ഡേറ്റ് എന്നുള്ളത് ഐബൻ ഡോഗ്ലിങ്ങിനെ കുറിച്ചാണ്. ഏതായാലും ഐബന്റെ കാര്യത്തിൽ പറയുകയാണെങ്കിൽ ബ്ലാസ്റ്റേഴ്സ് ആരാധകർക്ക് സന്തോഷിക്കാനുള്ള ഒരു വകയുണ്ട്. പരിക്കേറ്റ് ലൂണയ്ക്ക് പിന്നാലെ തന്നെ പുറത്തേക്ക് പോയൊരു താരമായിരുന്നു അഥവാ ഒരു ബ്ലാസ്റ്റേഴ്സിന്റെ ഡിഫൻഡർ ആയിരുന്നു ഐബൻ ഡോഗ്ലിംഗ് എന്ന സൂപ്പർ താരം. താരത്തെ ബ്ലാസ്റ്റേഴ്സ് ടീമിൽ രജിസ്റ്റർ ചെയ്തതായാണ് ISLന്റെ ഔദ്യോഗിക വെബ്സൈറ്റ് പ്രസിദ്ധീകരിച്ചിരിക്കുന്നത്. അതും ഈ ഒരു പ്ലേ ഓഫിലേക്കാണ് താരത്തെ ബ്ലാസ്റ്റേഴ്സ് രജിസ്റ്റർ ചെയ്തിട്ടുള്ളത്. നമുക്കറിയാം ഈ ഒരു ISLന്റെ 10ാം സീസണിലേക്ക് വേണ്ടിയിട്ട് കേരള ബ്ലാസ്റ്റേഴ്സ് FC ഗോവയിൽ നിന്നും ടീമിലെത്തിച്ച ഒരു സൂപ്പർ താരമായിരുന്നു ഐബൻ ഡോഗ്ലിംഗ് എന്ന സൂപ്പർ താരം. എന്നാൽ ഈ ഒരു സീസണിൽ ബ്ലാസ്റ്റേഴ്സിന് വേണ്ടി ഈ ഒരു താരം വെറും 3 മത്സരങ്ങളിൽ മാത്രമാണ് പന്ത് തട്ടിയിട്ടുള്ളത്. അതിനോടകം തന്നെ താരം പരിക്കേറ്റ് പുറത്തു പോയിട്ടുണ്ടായിരുന്നു. ഏതായാലും നിലവിൽ അറിയാൻ സാധിച്ചിട്ടുള്ളത് ഈ ഒരു താരം വീണ്ടും ബ്ലാസ്റ്റേഴ്സിന്റെ കളത്തിലേക്ക് അഥവാ ബ്ലാസ്റ്റേഴ്സിന്റെ ജേഴ്സിയിൽ തിരിച്ചു വരുന്നു എന്നാണ്. ലൂണക്ക് പുറമെ തന്നെ ഐബൻ ഡോഗ്ലിംഗിന്റെയും തിരിച്ചെത്തൽ ബ്ലാസ്റ്റേഴ്സ് ആരാധകരെ സംബന്ധിച്ചിടത്തോളം വളരെയധികം സന്തോഷം നൽകുന്ന ഒന്ന് തന്നെയാണ്. എന്നാൽ പരിക്കിൽ നിന്ന് മോചിതനായ താരം അവസാന കുറച്ച് ആഴ്ചകളായി കളത്തിലേക്ക് തിരിച്ചെത്താനുള്ള കഠിന പരിശീലനത്തിലായിരുന്നു. എന്നാൽ താരത്തെ ബ്ലാസ്റ്റേഴ്സ് ടീമിൽ വീണ്ടും രജിസ്റ്റർ ചെയ്തതോടെ താരം വീണ്ടും ഫിറ്റ്നസ് വീണ്ടെടുക്കുന്നതായി നമുക്ക് ഇൻസ്റ്റഗ്രാമിലൊക്കെ കാണാൻ സാധിക്കുന്നുണ്ട്. താരം ഡെയിലിയും ഓരോ സ്റ്റോറി ആയിക്കൊണ്ട് താരത്തിന്റെ ഫിറ്റ്നസ് വീണ്ടെടുക്കുന്ന ചിത്രങ്ങളൊക്കെ പുറത്തേക്ക് വിടാറുമുണ്ട്. ഏതായാലും ഐബൻ ഡോഗ്ലിംഗ് കൂടി പരിക്ക് മാറിക്കൊണ്ട് ബ്ലാസ്റ്റേഴ്സിന്റെ ടീമിലേക്ക് തിരിച്ചെത്തിയതോടുകൂടി ബ്ലാസ്റ്റേഴ്സിന്റെ ഈ ഒരു ISLന്റെ 10ാം സീസണിലെ കിരീടത്തിന്റെ പ്രതീക്ഷയെല്ലാം വളരെയധികം കൂടിയിരിക്കുകയാണ് ഇപ്പോൾ. ഏതായാലും ഇതിനെക്കുറിച്ചെല്ലാമുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിങ്ങൾ താഴെ കമന്റായി രേഖപ്പെടുത്തുക. ഈ ഒരു വീഡിയോ ഇവിടെ വെച്ച് അവസാനിപ്പിക്കുന്നു. കൂടുതൽ ISLനെ കുറിച്ചും കേരള ബ്ലാസ്റ്റേഴ്സിനെ കുറിച്ചുമുള്ള അപ്ഡേറ്റുകൾ ലഭിക്കുവാൻ വേണ്ടി ഈ ചാനൽ ഒന്ന് എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൻ എനേബിൾ ചെയ്തു വെക്കുവാൻ ശ്രമിക്കുക. അപ്പോൾ അടുത്തൊരു ISL ബ്ലാസ്റ്റേഴ്സ് അപ്ഡേറ്റുമായി വീണ്ടും വരാം. ഗുഡ് ബൈ.